ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നല്ല കടുപ്പത്തിലൊരു ചായയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന ഏലക്കായ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്കുള്ള കടലക്കറി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി മൂപ്പിച്ച് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും അരയ്ക്കാതാണ് കേട്ടോ ഒന്നത്തെ കടലക്കറി. പക്ഷെ നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ്. അങ്ങനെ കടലക്കറി റെഡിയായ സ്ഥിതിക്ക് ഇനി ദോശ ഉണ്ടാക്കാം. അങ്ങനെ ഇതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കാൻ തുടങ്ങാൻ കേട്ടോ. ഇച്ചുകുട്ടനെ ആദ്യം നെയ്യൊക്കെ ഒഴിച്ചൊരു ദോശ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതാ ദോശ ഉണ്ടാക്കി. ഇഡ്ഡലിക്ക് അരച്ച് വെച്ച മാവായിരുന്നു കേട്ടോ. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. അത് മൂടുള്ള ടൈമിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഇഡ്ഡലി പാത്രം കഴുകണ്ടേ, പിന്നെ കുറച്ച് ടൈം എടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇഡ്ഡലി അങ്ങോട്ട് ഒഴിവാക്കി പിന്നെ ദോശയ്ക്ക് തിരിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ നല്ല മൊരിഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അളവിനനുസരിച്ച് മാത്രമേ ദോശ ഉണ്ടാക്കുള്ളൂ, കുറേ ഉണ്ടാക്കി വയ്ക്കാറില്ല കേട്ടോ. എല്ലാവർക്കും വേണ്ട പ്ലേറ്റ് അവിടെ നിരത്തി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ദോശ ഉണ്ടാക്കി വയ്ക്കാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ദോശയൊക്കെ ആയി. അതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചത്തെ പരിപാടികളും നോക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ രാവിലത്തെ കടികളുടെയൊക്കെ കൂടെ തന്നെ ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പിന്നെ ഇച്ചുകുട്ടൻ എണീറ്റ് വന്നാൽ പിന്നെ വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും നടക്കില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എല്ലാ പണി ഒതുക്കി വയ്ക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഇന്ന് തക്കാളിയും പരിപ്പും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ 4 തക്കാളി അരിഞ്ഞിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഇച്ചുകുട്ടന് ചെറുപ്പത്തിലേ മുളക് പൊടി ഇട്ട് കൊടുക്കാതെ ശീലിച്ചിട്ട് അവന് മുളക് പറ്റിയേ ഇല്ല കേട്ടോ. അപ്പോൾ അവന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുളക് പൊടി ഇടാതെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കായത്തോല് കിട്ടിയിരുന്നു. അപ്പോൾ മുതിരയും കായത്തോലും കൂടി ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മുതിര ഇതാ കഴുകി വേറൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ആദ്യം വേവിക്കണത്. അപ്പോൾ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കായത്തൊലി ഇവിടെ ഏട്ടൻ്റെ കമ്പനിയിലുള്ളതാണ് കേട്ടോ. ചിപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കണ കായാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തോനൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതാ കായ ഒക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് അരിഞ്ഞിട്ട് എടുക്കുകയാണ്. ഇത് അരിയാനാണ് കുറച്ച് ബുദ്ധിമുട്ട്, ചെറുതായി അരിയണം. അത് അരിഞ്ഞെടുക്കണ സമയം കൊണ്ട് നമ്മുടെ കറി ഇവിടെ ഇതാ വിസിലൊക്കെ വന്നിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പ് പെട്ടെന്ന് വേവാത്തൊരു ടൈപ്പാണ് കേട്ടോ. അങ്ങനെ ഞാനിതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കുന്നുണ്ട്. ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്, ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പുളി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുളി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വറവൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇച്ചുകുട്ടനുള്ള കറിയൊക്കെ മാറ്റി വെച്ചിട്ട് വേണം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ ആദ്യം തന്നെ വറവ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനായിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വറവിട്ട ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇച്ചുകുട്ടനുള്ളത് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇച്ചുകുട്ടൻ എരിവ് കൂട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കൊട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേതാ ഞാൻ കറി വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി അതിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കായത്തോലിയൊക്കെ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് വന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. എന്നാലാണ് അതിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ അത് പോവുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴുകി വന്നപ്പോഴേക്കും നമ്മൾ ഉപ്പേരിക്ക് വെച്ച മുതിര ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടില്ല. ഇനി നമുക്ക് ഈ കായത്തോല് ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കാനുള്ളതല്ലേ. അങ്ങനെ അതാ ഒരു 2-3 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് അതിലേക്ക് കായത്തോല് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കഴുകി വൃത്തിയാക്കിയത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇത് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ് കായത്തോല്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും ഞാനിതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ റെഡിയാക്കി വെക്കുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരിയിൽ ഇട്ട് കൊടുക്കാറുള്ളത്. വറ്റൽമുളക് ഞാൻ വലുതായതുകൊണ്ട് ചതച്ചില്ല. മടിയായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ട് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഏകദേശം ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറവിട്ടിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഞാനിവിടെ 2 തരത്തിൽ ഉപ്പേരി വയ്ക്കാറുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ പച്ചക്കറി വേവിച്ചിട്ട് ഇങ്ങനെ ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് വറുത്തിടും. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഉപ്പും മുളകും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കും. 2 തരത്തിലും വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഉള്ളിയും മുളകും ചതച്ചിടുമ്പോഴാണ് ഒന്നും കൂടിയും ടേസ്റ്റ്. അങ്ങനെ ഇച്ചുവിന് ഇപ്പുറത്ത് തന്നെ എരിവില്ലാതെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തുണ്ടാക്കുകയാണെങ്കിലും ഇച്ചുവിന് സെപ്പറേറ്റ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഉച്ചത്തെ വിഭവങ്ങളൊക്കെ റെഡിയായി. നല്ല ചൂടുള്ള ചോറ്, കറി, ഉപ്പേരി, പിന്നെ ഇന്നലത്തെ മീൻ വറ്റിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് വിളമ്പാൻ പോവാണ്. നല്ല ചൂടുള്ള ചോറ് വിളമ്പി ആദ്യം. അതിന് ശേഷം അതാ നല്ല ചൂടുള്ള ഉപ്പേരി കേട്ടോ. ഞാൻ കറിക്കിനേക്കാളും കൂടുതൽ ഉപ്പേരിയാണ് കേട്ടോ കഴിക്കുക. അങ്ങനെ ഉപ്പേരി തോനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻ വറ്റിച്ചത് നല്ല കുഞ്ഞൻ മത്തിയാണ് കേട്ടോ. തലേ ദിവസത്തെ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ? അങ്ങനെ ഇതാ മീൻ കറിയും പിന്നെ ഇതാ നമ്മുടെ പരിപ്പും തക്കാളിയും കറിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പരിപ്പ് നല്ലോണം വെന്തുടഞ്ഞിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ മീൻ വറുത്തതിൻ്റെ 2 കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒന്നും കൂടി ഉണ്ട്, നല്ല കടുമാങ്ങ അച്ചാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുക്കള വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.